രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിലേക്ക് കടക്കാനിരിക്കെ രാജ്യത്തുടനീളം അതീവ ജാഗ്രതയും കടുത്ത സുരക്ഷാ സന്നാഹങ്ങളും ഏർപ്പെടുത്തി ഏജൻസികൾ. ഭീകരാക്രമണ ഭീഷണികളും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പ്രത്യേക സുരക്ഷാ കോട്ടയാണ് തീർത്തിരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ ജമ്മു കശ്മീർ, പഞ്ചാബ് അതിർത്തികളിലും സുരക്ഷ കടുപ്പിച്ചിട്ടുണ്ട്. വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വ്യോമകര സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. ഡൽഹി പോലീസിന് പുറമെ NSG കമാൻഡോകൾ, CRPF ഉൾപ്പെടെയുള്ള 20,000-ഓളം സുരക്ഷാ സേനാ അംഗങ്ങളെയാണ് തലസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഡൽഹി അതിർത്തികളിലും 60 പ്രധാന കേന്ദ്രങ്ങളിലും 1600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗും വാഹന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇത്തവണത്തെ സുരക്ഷാ സംവിധാനം. കുറ്റവാളികളെയും സംശയാസ്പദമായ വ്യക്തികളെയും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ കഴിയുന്ന AI അധിഷ്ഠിത ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകളും ഡൽഹി പോലീസിന്റെ അഭിഗ്യാൻ ഫിംഗർ പ്രിന്റ് പരിശോധന ആപ്പും സജീവമാണ്. ആകാശമാർഗമുള്ള ഭീഷണികൾ നേരിടാൻ ചെങ്കോട്ടയ്ക്ക് ചുറ്റും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വായുസേന സ്നൈപ്പർമാരും നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ BSF ഓപ്പറേഷൻ അലർട്ട് പ്രഖ്യാപിച്ച് പട്രോളിംഗ് കടുപ്പിച്ചു. പ്രധാന വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ ശൃംഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംയോജിത പട്രോളിംഗ് ആണ് നടക്കുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സമാധാനപരമായും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ വൻ സന്നാഹങ്ങളാണ് രാജ്യത്തുടനീളം ഒരുക്കിയിരിക്കുന്നത്. ജനം, ഡൽഹി.